സോ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ അഡ്വാൻഡ് R15 കാര്യങ്ങളെല്ലാം തിരിച്ച് കൊടുത്തിട്ട് വീട്ടിൽ വന്നപ്പോഴേക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നാട്ടാ കൊറിയർ കിട്ടി. ഇനി ഞാൻ ജസ്റ്റ് മൈക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു മൈക്ക്. ഞാൻ ഒരുപാട് കാലം കൊണ്ട് ഈ ഒരു സാധനം മേടിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്നത്. എന്തായാലും ഇപ്പം ഞാനത് മേടിച്ച്. വെറുതെ ഈ ഒരു ഇത് കളയാൻ പറ്റും, ഒരു തുരുമ്പ് കണക്കത്ത സാഡിയോട്ടൊക്കെ ഉള്ള സെക്ഷനൊക്കെ ഒക്കെ ഉണ്ടോ, ഭയങ്കര രീതിയിൽ ചെളി പിടിച്ചിരിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് നമ്മുടെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റേറ്റ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നോർമൽ ഫോം വാഷ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ചെറിയ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുത്താൻ പ്ലാൻ ഉണ്ട് നമ്മുടെ ഡ്യൂക്സണലിൻ്റെ നെക്സ്റ്റ് ഗിയർ ഓട്ടോമോട്ടീവിൽ പോയിട്ട്. സോ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതുമൊക്കെ കാണാൻ പറ്റും. What's up guys, it's me Rohith and welcome back to another vlog. സോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു R15 ഉണ്ട്. ഞാനിപ്പോൾ ഇപ്പോൾ ഈ R15 എൻ്റെ R15 അല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ R15 ആണ്. അപ്പം നമ്മുടെ പുള്ളി ഇപ്പം നമ്മുടെ ഒരു അടുത്തൊരു ചങ്ക് പടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ പുള്ളി ഇവിടെ നാട്ടിലില്ല. അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ ഈ ഒരു വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കാൻ പോകും. സർവീസ് മീൻ ഒരു വാട്ടർ സർവീസിന് കൊടുക്കാൻ പോവുകയാണ്. വണ്ടിയിൽ അവിടെ എവിടെയും കുറച്ച് റസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം വണ്ടി കുറച്ച് കാലമായി ഒന്ന് കഴുകിയിട്ടും വൃത്തിയാക്കിയിട്ടൊക്കെ. ബൈ ദ വേ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വെച്ചിട്ടാണ് ചെയ്യുന്ന. ഗോപ്രോ അങ്ങനെയൊന്നും അല്ല, സ്മാർട്ട് ഫോൺ ചെസ്റ്റിൽ മൗണ്ട് ചെയ്തിട്ട് നമ്മുടെ ചെസ്റ്റ് സ്ട്രാപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ആക്കിയെന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ അത് കാണാൻ താല്പര്യമുള്ളവർ ഡെഫിനറ്റ്ലി ഡു ചെക്ക് ഔട്ട് ഗൈസ്. സർവീസിങ് വാഷിങ് ഇവിടെ ചെയ്യുന്ന എല്ലാം ഒന്ന് ഇതാക്കണം കേട്ടോ. ഇത് പ്രാഡോ അല്ലേ, ടൊയോട്ടോ പ്രാഡോ അല്ലേ ഇത്, അല്ലേ ബ്രോഡാണോ? ഇത് കുറച്ച് കാലമായി ഗൈസ് ഈ വണ്ടി ഒന്ന് കഴുകിയിട്ടൊക്കെ കണ്ടപ്പോൾ വെട്ടം ഞാൻ കൂട്ടി കാണിച്ചിട്ട്. അപ്പം വണ്ടി നല്ലതാണ്. ഈ ഒരു സാഡിയോട്ടൊക്കെ ഉള്ള സെക്ഷനൊക്കെ ഒക്കെ ഉണ്ടോ, ഭയങ്കര രീതിയിൽ ചെളി പിടിച്ചിരിക്കുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ വണ്ടി ഇപ്പോൾ കഴുകി സെറ്റാക്കി കിട്ടും. കണ്ടോ അവിടെയൊക്കെ ഇപ്പോൾ കിടിലും ആക്കണം നമ്മുടെ ചെറുക്കൻ. എന്ന് വെച്ചാൽ നമ്മുടെ അഡ്നണ്ണൻ ഈ വണ്ടി സ്വന്തം മോനെ പോലൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയാണ് ഗൈസ് നിങ്ങളിപ്പോൾ ഈ ഒരു അഴുക്കൊക്കെ ആയിട്ട് കാണുന്നത്. ഒരു പഴയ വണ്ടി പോലെ ആയിരുന്നു എൻ്റെ മോനെ. ഇപ്പോൾ ഇതൊക്കെ കിട്ടില്ല സാധനം കണ്ട. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഒരു വണ്ടി ഇങ്ങനെ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഡെയിലി ഒബ്സർവേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു വണ്ടി നമുക്കിങ്ങനെ എടുക്കാം. അപ്പോൾ വണ്ടിക്ക് ഒരു ഓട്ടോ ആവും. പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് നമ്മുടെ ആയിട്ടുണ്ട്. നമ്മളെ വണ്ടി ചരിച്ചൊക്കെ ഒന്ന് കീട്ടിലോട്ട് കഴുകി എടുത്തോണ്ടിരിക്കുക പിള്ളേർ. പിന്നെ നല്ല ഈ വണ്ടി ഇപ്പോൾ കഴിയുമ്പോഴായിരിക്കും എൻ്റെ മോനെ ശരിക്കും ഒരു എന്താ പറയുന്നത് ഒരു കിട്ടിലും ആകും ഇപ്പോൾ വണ്ടി ഓട്ടിക്കാൻ. ഇതൊരു പൊടി പിടിച്ചിട്ടുണ്ടായിരിക്കും ഗായ്സ്. സീൻ കണ്ട കിട്ടില് പോയോ. ജസ്റ്റ് വെള്ളം അടിച്ചപ്പോഴത്തേക്ക് തന്നെ വണ്ടിയുടെ വൃത്തി നിങ്ങളൊന്ന് നോക്കിയേ എൻ്റെ മോനെ. സീൻ. ബ്രോയുടെ പേരെന്തുവാ? മൃദുൽ. ഓക്കെ. ആ ബ്രോയുടെ ബാറുൽ ഇസ്ലാം. ഓക്കെ. ഈ രണ്ട് ബ്രോ ആണ് നമ്മുടെ വണ്ടിയെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കിട്ടില്ല. അപ്പോൾ ഞാൻ റേറ്റൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നോർമൽ ഫോം വാഷാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 രൂപയാവും. അതല്ല ഇപ്പം മറ്റേ ഡീസൽ വാഷാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഡീസൽ പ്ലസ് ഫോമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 250 അല്ലേ ബ്രോ? 250 അല്ലേ? അപ്പോൾ നമ്മൾ ഡീസൽ വാഷ് നമ്മുടെ ബോഡി ഫുള്ള് ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ അവരുടെ മെസ്സേജ് ചോദിച്ചായിരുന്നു വേണമെന്ന്. കാരണം ഇപ്പോൾ നമ്മൾ ഡീസൽ ഇപ്പോൾ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇപ്പോൾ നമ്മളങ്ങനെ ഡെയിലി യൂസിനൊന്നും എടുക്കുന്നില്ല ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഡീസൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഫുള്ളങ്ങ് വീണ്ടും ചെളി അഴുക്കൊക്കെ പിടിക്കും, പിന്നെ അങ്ങ് പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ ചെയിൻ മാത്രമാണ് ഡീസൽ വാഷ് ഇട്ട് ചെയ്യുന്നത്. ചെയിനും അവിടെ താഴത്തെ ഒരു ഗ്രീസ് പിടിച്ചിരിക്കുന്ന ഈ ഒരു പോർഷനൊക്കെ കണ്ട് അവിടെ മാത്രമേ നമ്മൾ ചെയിൻ ഇടുന്നുള്ളൂ. നമുക്ക് അവിടെ ഒരു പ്രാഡോ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ പ്രാഡോ ഇപ്പം നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമുക്കത് അവർക്ക് കുറച്ച് ധൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു വണ്ടി നമ്മൾ ഉടനെ ഒരു റിവ്യൂ സെറ്റാക്കുന്നതായിരിക്കും. കണ്ട ഓ മാൻ, ടൊയോട്ടോ പ്രാഡോ. ഇത് 2010 മോഡലാണ്. അപ്പോൾ വണ്ടിയുടെ വാഷിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. കണ്ട കിടില്ല. ഞാൻ ജസ്റ്റ് ഇൻറ്റീരിയർ ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ നല്ലതെന്ന് കാണിച്ചു തരാം. കണ്ട നല്ല നോക്കി കണ്ട ഇൻറ്റീരിയറൊക്കെ ഇങ്ങനെയാണ്. അതായത് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഫുൾ വീഡിയോ നമുക്ക് സെറ്റാക്കി തരാം. വേണ്ട നമുക്ക് വീഡിയോ സെറ്റാക്കി തരാം നമ്മുടെ ബ്രോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ബ്രോ, ഈ ഒരു ഇത് കളയാൻ പറ്റും, ഒരു തുരുമ്പ് കണക്കത്ത അത് പോത്തില്ലല്ലേ? പോവല്ലേ? നമ്മുടെ വണ്ടിയൊക്കെ എൻ്റെ മോനൊരു രക്ഷയില്ല, കിടില്ല. എങ്ങനെ പുതിയത് കണക്ക് വേണ്ട. ഓ മാൻ നോക്കി എങ്ങനെ ഇരുന്ന വണ്ടി എങ്ങനെ ആയെന്ന് നോക്കി ഗൈസ്. ഇപ്പോൾ കണ്ട ഇങ്ങനെയാണ് വോക്ക് റൗണ്ട്. കിടില്ലോ കിടിലെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് വൃത്തിയായി. പിന്നെ ആകെ ഒരു ചെറിയ സീൻ തന്നെ ഈ ഒരു ഭാഗത്തിൽ, അത് ഇവിടെയൊക്കെ ചെറിയ റസ്റ്റും കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട്. അതൊഴിച്ച് ബാക്കി എല്ലാം കിടിലെന്ന് വെച്ചാൽ അടിപൊളിയായി. നമ്മുടെ ടാങ്കൊക്കെ നോക്കിയേ
എൻ്റെ ടാങ്കൊക്കെ എല്ലാം അടിപൊളിയായി. പിന്നെ ഇനിയിപ്പം കുറച്ച് ഈ ഒരു ടാങ്കിലൊക്കെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു കേസ്. അത് നമ്മുടെ എന്തെങ്കിലും കവറൊക്കെ ഇടുമ്പോഴത്തേക്ക് സംഭവിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ബ്രോ നമുക്ക് മറ്റേ പ്രാഡോ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രാഡോ ഒരു ദിവസം നമുക്ക് സെറ്റാക്കുന്നതാണ്. അപ്പോൾ കേസ് ഇനിയിപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നേരെ എനിക്കൊരു കോൾ വന്നായിരുന്നു. നമ്മുടെ ഒരു മൈക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു മൈക്ക് പോയി വാങ്ങണം. ഇനി വരാൻ പോകുന്ന വീഡിയോകളിലൊക്കെ നിങ്ങൾ ആ ഒരു വയർലെസ് മൈക്ക് കൊണ്ടായിരിക്കും നമ്മുടെ വ്ളോഗിങ് കാണാൻ പോകുന്നത്. സോ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ അഡ്വാൻഡ് R15 കാര്യങ്ങളെല്ലാം തിരിച്ച് കൊടുത്തിട്ട് വീട്ടിൽ വന്നപ്പോഴേക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആ കൊറിയർ കിട്ടി. ഇതിനകത്ത് നമ്മുടെ വയർലെസ് മൈക്കാണ്. പക്ഷേ വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൈക്കിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ ഈ ഒരു ഗൊറില്ല പൊടി വെക്കുന്ന ഒരു അഡാപ്റ്റർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അഡാപ്റ്ററും ഈ ഒരു മൈക്കും ഇനിയും ഒരാഴ്ച കൂടുതൽ ഡെലിവറി എടുക്കുമെന്നാണ് കാണിച്ചത്. പക്ഷേ മൈക്ക് അൺഫോർച്യുനേറ്റ്ലി ഇന്നും കിട്ടി ഗൈസ്. ഞാൻ കറൻ്റ് ഷൂട്ട് ചെയ്യുന്ന മൈക്ക് ഞാൻ ജസ്റ്റ് ഉണ്ട്. അതാ നിങ്ങൾ മിററിൽ കൂടെ നോക്കേണ്ട ലെങ്ത് എന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത് ഉണ്ട്. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഈ ഒരു ക്യാമറ നല്ലൊരു ഡിസ്റ്റൻസ് വെച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ ബാക്കിൽ വന്ന് സംസാരിക്കാൻ പറ്റുന്ന അത്രയും നീളമുള്ളൊരു മൈക്കാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനകത്ത് കൂടെ എന്തായാലും അതിന് വേണ്ടിയിട്ട് അതൊരു ബുദ്ധിമുട്ടിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഒരു മൈക്ക് ഓർഡർ ചെയ്തത് ഗൈസ്. ഇനി ഞാൻ ജസ്റ്റ് ആ മൈക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു മൈക്ക്. ഞാൻ ഒരുപാട് കാലം കൊണ്ട് ഈ ഒരു സാധനം മേടിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്നത്. എന്തായാലും ഇപ്പോൾ ഞാനത് മേടിച്ച് അതിനകത്ത് ഫിറ്റ് ചെയ്യാനുള്ള സംഭവമാണിത്. ഈ ഒരു സംഭവം നമ്മുടെ ആ ഒരു ഗൊറില്ല പോഡിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു ഹോൾഡർ മേടിച്ചത്. അത് കുത്താനുള്ള ഓക്സ് കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു സംഭവം എനിക്കറിയാൻ വയ്യ, മറ്റേ സിലിക്കോൺ ജെല്ലുണ്ട്. ഇത് കൊണ്ടുവന്ന് ചെറിയൊരു പൗച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോക്സ് ഓവറോൾ ഇത്രയാണ്. പിന്നെ ഈ ഒരു ഡെഡ് കാറ്റ് നമുക്കിങ്ങനെ ഊരാൻ പറ്റും. കണ്ടാ, ഇത് നമുക്കിങ്ങനെ ഊരാൻ പറ്റും. വെയിറ്റ് അങ്ങനെ ലെഫ്റ്റ് ഇങ്ങനെ തിരിച്ച് ഊരാൻ പറ്റും ഗൈസ്. അങ്ങനെ എന്തുവാണ് ഊരുന്നത്. ഓക്കെ സോ ഗൈസ് നിങ്ങളിപ്പോൾ ഈ കേൾക്കാൻ പോകുന്ന ഈ ഓഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പുതിയ ബോയയുടെ BYM-M1 എന്ന് പറഞ്ഞ ഒരു മൈക്രോഫോൺ വെച്ചിട്ടാണ്. ഇതിന് മുമ്പ് വരുന്ന നിങ്ങൾ കേട്ടതെന്ന് പറഞ്ഞാൽ ബോയയുടെ വേറൊരു മൈക്ക് കൊണ്ടുള്ള സൗണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു ക്യാമറയും ആ മൈക്കും ഞാൻ തമ്മിൽ ഒരു ചെറിയൊരു 1 ആം ഡിസ്റ്റൻസേ ഉള്ളൂ. ആ 1 ആം ഡിസ്റ്റൻസിൽ തന്നെ എന്തുമാത്രം ഓഡിയോ ക്ലിയർ ആണ്, അതുപോലെ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എനിക്ക് ഇതിൽ മുമ്പുള്ള വിഷ്വൽസ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് അത്ര വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. ഭയങ്കര രീതിയിൽ പയ്യെ എടുക്കണം. ഇത് കണ്ടത് കുറേ റബ്ബർ ബാൻഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ നമ്മളിപ്പം കുറച്ച് സൂക്ഷിച്ചും കണ്ടും വേണം ഇത് ഉപയോഗിക്കാനെന്നേ ഞാൻ പറയത്തുള്ളൂ. അത് ഇപ്പം നിങ്ങൾ ഈ കേട്ടത് എന്നൊരു ഇൻഡോർ സൗണ്ടാണ്. ഇനി നമുക്ക് ഔട്ട്ഡോറിലോട്ടൊന്ന് പോയി നോക്കാം. ഓൾമോസ്റ്റ് ആ ഒരു സൈഡിലായിട്ട് തന്നെ നല്ല രീതിയിൽ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഉള്ള സൗണ്ട് എന്തുമാത്രം ഇതിനകത്ത് പിടിക്കുന്നില്ലേ നമുക്കിപ്പോൾ മനസ്സിലാവും. ആദ്യം നമുക്കൊരു ഐഡിയ കിട്ടും ഇങ്ങനെയുള്ള സൗണ്ടും ഇപ്പം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുമാത്രം ഇതിൻ്റെ സൗണ്ടൊക്കെ കിട്ടുന്നതെന്ന് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, തട്ടിലും മുട്ടിലും എല്ലാം ഉണ്ട് ഗൈസ്. പിന്നെ ബൈ ദ വേ നമ്മുടെ വണ്ടിയുണ്ട്. നമ്മുടെ വണ്ടിയിൽ ചെറിയ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുത്താൻ പ്ലാൻ ഉണ്ട് നമ്മുടെ ഡ്യൂക്സണലിൻ്റെ നെക്സ്റ്റ് ഗിയർ ഓട്ടോമോട്ടീവിൽ പോയിട്ട്. സോ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതുമൊക്കെ കാണാൻ പറ്റും. ഇനി തൊട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ചെറിയൊരു കോളർ മൈക്ക് കുത്തിയിട്ട് വലിയ ലെങ്ത് ഉള്ള വയറൊന്നും കൂടി ഇങ്ങനെ കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇനി കാണാൻ പോകുന്ന ഫ്യൂച്ചറിൽ കിഡിലും കുറേ വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനാണ് ഞാൻ എൻ്റെ ഓരോ ഗിയറായിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കിഡിലിന് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. സോ അതിനൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓളാക്കി ഇടുക. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 4.1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടിപൊളി വലിയൊരു ഫാമിലി ആവണം. സൗണ്ടും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് കേൾക്കുന്നു. സോ അടുത്തൊരു കിഡിലും വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.